യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 20-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. കഷ്ടകാലത്ത് ഒരു മനുഷ്യൻ്റെ ഒന്നുമില്ലായ്മയുടെ സമയത്ത്, അവൻ്റെ പ്രതിസന്ധികളുടെ സമയത്ത്, എല്ലാവരും അവനിൽ നിന്ന് ഓടിപ്പോകുന്ന നേരത്ത് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തുമ്പോൾ, മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യും. സമ്പത്തും പ്രശസ്തിയും ഉള്ളപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇതേ ലോകം നമ്മളെ വിട്ടുമാറും. സർവശക്തനായ ദൈവം നമ്മുടെ കഷ്ടകാലത്തും നമ്മുടെ സമൃദ്ധിയിലും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. സ്വർഗത്തിലും ഭൂമിയിലും നിന്നെ സഹായിക്കുവാൻ ഒരുവൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് നമ്മുടെ ദൈവം തന്നെയാണ്. ആ ദൈവത്തോടൊപ്പം നമുക്കെപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സഞ്ചരിക്കാം. ആദം ദൈവത്തോടൊപ്പം നടന്നതുപോലെ, ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നതുപോലെ, ഇന്നു മുതൽ നിങ്ങളുടെ ഒപ്പവും ദൈവിക സാന്നിധ്യമുണ്ടാകട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായി ഇന്ന് നിങ്ങൾക്ക് മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബസമാധാനം നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. മക്കളെ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. ഈ നിമിഷം വരെ നമ്മൾ എന്തെല്ലാം ചെയ്തുവോ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം. ലോകസമാധാനത്തിന് വേണ്ടി നന്ദി പറയാം. യുദ്ധങ്ങൾ മാറിപ്പോയതിന് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും സ്വീകരിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.